ഗുഡ് ഈവനിങ് ടു ഓൾ. ഫസ്റ്റ് തന്നെ സാർക്ക് ഞാൻ നല്ലൊരു താങ്ക്സ് പറയാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരുക്കി തന്നതിന്. സക്സസ് തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ ജേണിന്ന് എനിക്ക് കറക്റ്റ് അറിയാം, സക്സസ് ഇത്രത്തോളം എത്തിയതിൻ്റെ. ഫസ്റ്റ് സക്സസ്സിൽ ക്ലാസ്സസ് തുടങ്ങുമ്പോൾ അനാട്ടമി അമിന ഡോക്ടർക്ക് എടുക്കുമ്പോഴൊക്കെ ഞാൻ ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യായിരുന്നു. അപ്പം പണ്ട് മുതലേ ഇപ്പം BHMS പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ PG പഠിക്കുമ്പോഴോ PSC കിട്ടണം കിട്ടണം എന്നുള്ള ആഗ്രഹം എനിക്ക് പണ്ടേ ഉള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് BHMSന്റെ സമയത്ത് തന്നെ ഞാൻ നമ്മൾ ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ ഞങ്ങളുടെ ബാച്ച് ഫുള്ള് PGക്ക് പ്രിപ്പയർ ചെയ്യുന്ന ബാച്ചായിരുന്നു. അപ്പൊ ഇന്റേൺഷിപ്പിന്റെ സമയത്തെ ഞങ്ങൾ PHFന്റെ എന്ന് വെച്ചാൽ PHFും IHMA ആ സമയത്ത് രണ്ടും കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന, ഓഫ്ലൈൻ കോച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പൊ കുറച്ച് പൈസ കുറവ് PHFനാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പേര് PHFനും കുറച്ച് പേര് IHMAയും കൂടി ജോയിൻ ചെയ്തു. അങ്ങനെ സൺഡേ ക്ലാസ്സസ് ആണ് ഉണ്ടാവുക. അങ്ങനെയാണ് ഫസ്റ്റ് അതെന്തുകൊണ്ടാണ് ആ സമയത്ത് ഞങ്ങൾ ജോയിൻ ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ ഇപ്പോൾ ഫസ്റ്റ് ടൈമിൽ കിട്ടിയില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെയാ പഠിക്കേണ്ടതെന്ന്, നമുക്ക് എങ്ങനെയാണ് ഒരു കോച്ചിങ് കൊണ്ടുപോകുന്നതെന്നൊക്കെ പിന്നെ ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ട് ആ സമയത്ത് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ കോച്ചിങ്ങിന് ചേർന്നു. അപ്പോൾ കോച്ചിങ്ങിന് ചേർന്നപ്പം അത്യാവശ്യം ബേസ് ഉള്ളതുകൊണ്ടാണോ അറിയില്ല, എന്തായാലും അവിടുത്തെ പ്രീ ടെസ്റ്റും പോസ്റ്റ് ടെസ്റ്റും ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ കുറേ എന്ന് വെച്ചാൽ ഞാൻ എന്തായാലും കുറച്ച് റാങ്കിന്റെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെ ഫോർത്ത് ഫിഫ്തിന്റെ ഉള്ളിൽ എന്തായാലും ഞാൻ റാങ്കിന്റെ ഉള്ളിൽ വരുമായിരുന്നു. അങ്ങനെ അത് പഠിച്ചുകൊണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എക്സാം അടുപ്പിച്ച് ഞാൻ കൺസീവ് ആവണത്. എൻ്റെ ഫസ്റ്റ് ഇയറിൽ തന്നെ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ഇയർ ഇന്റേൺഷിപ്പിന്റെ സമയത്തായപ്പോഴേക്കാണ് ഞാൻ കൺസീവ് ആവുന്നത്. അപ്പൊ ലാസ്റ്റിലേക്ക് ആയപ്പോഴേക്ക് ഇതൊക്കെ വന്ന് വൊമിറ്റിംഗ് ഒക്കെ വന്ന് അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായി. അപ്പൊ എനിക്ക് ഉറപ്പായിരുന്നു, എനിക്ക് ആ സമയത്ത് തന്നെ ഫസ്റ്റ് ചാൻസിൽ തന്നെ PG കിട്ടും എന്നുള്ള ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റിലേക്ക് അത്രയും കാലം ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചുകൊണ്ടിരുന്നത് ലാസ്റ്റ് ഒരു 3 മാസം ഞാനൊന്നും നോക്കിയില്ല, എനിക്കൊന്നും നോക്കാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിലുള്ള റാങ്ക് 169 ആയിരുന്നു. ഓൾ ഇന്ത്യ റാങ്ക് 169 ആയിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ കിട്ടണം എന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും എനിക്കത് ജോയിൻ ചെയ്യാൻ കഴിയില്ല, ഞാൻ ഓൾ ഇന്ത്യ എന്തായാലും പോണില്ല. അങ്ങനെ ഞാനത് സ്കിപ്പ് ചെയ്തു. അപ്പൊ എൻ്റെ കൂടെയുള്ള ആ സമയത്ത് കോച്ചിങ്ങിന് പോയ ഒരുവിധം എല്ലാവർക്കും ആ സമയത്ത് ഫസ്റ്റ് ചാൻസിൽ തന്നെ PGക്ക് കയറി. അപ്പൊ ഞാൻ മാത്രമാണ് ആ സമയത്ത് ഞാൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് പോലും ലാസ്റ്റിലേക്ക് ഞാൻ പഠിക്കാണ്ട് നിന്നതിനെ കൊണ്ട് എനിക്കത് ആ സമയത്തുള്ള ആ ചാൻസ് നഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് അന്ന് റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അന്ന് ഞാൻ കീനോട്ട് എടുത്തിട്ട് അന്ന് റിസൾട്ട് വന്ന ദിവസം ഞാൻ കുറെ കരഞ്ഞു. എന്നിട്ട് റിസൾട്ട് വന്ന ദിവസം ഞാൻ കീനോട്ടിലെ ഫസ്റ്റ് ഡ്രഗ് അബ്രോട്ടാൻ എടുത്ത് വായിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, അടുത്തതാണ് ഞാൻ എന്തായാലും PGക്ക് ജോയിൻ ചെയ്യും, അതും കോഴിക്കോട് തന്നെ ജോയിൻ ചെയ്യുന്നു ഞാൻ ഉറപ്പിച്ചു. അങ്ങനെ ആ സമയത്ത് ഞാൻ എൻ്റെ PG പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. PG പ്രിപ്പറേഷൻസ് എന്താ വെച്ചാൽ എനിക്ക് അന്നേരം എളുപ്പമായിരുന്നു. കാരണം ഇന്റേൺഷിപ്പിന്റെ സമയത്ത് ഏതൊക്കെ മെറ്റീരിയൽസ് പഠിക്കണം, എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ കുറച്ചും കൂടെ ഞാൻ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും PGക്ക് കിട്ടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അങ്ങനെ എൻ്റെ PG പ്രിപ്പറേഷൻസ് ആ സമയത്താണ്, ഞാൻ പ്രഗ്നന്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് PG പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ യൂസ് ചെയ്ത മെറ്റീരിയൽ ആ സമയത്ത് എനിക്ക് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് PHFന്റെ മെറ്റീരിയലും പിന്നെ എൻ്റെ സീനിയർ പറഞ്ഞു തന്നെ റോംസ് വാങ്ങിക്കണം. നമുക്ക് അങ്ങനെ പറഞ്ഞു തരാനും ഗൈഡൻസ് തരാനൊന്നും അങ്ങനെ ആളൊന്നുമില്ല ആ സമയത്ത്. അപ്പോൾ ഒരു സീനിയർ എൻ്റെ അടുത്ത്, വിജിത ചേച്ചി ഇപ്പോൾ MO ആണ്, അപ്പോൾ എനിക്ക് റോംസ് വാങ്ങിക്കണം, പിന്നെ PMന് മുദിത് ഖാന എന്നുള്ള ടെക്സ്റ്റും വാങ്ങിക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അത്ര ക്യാഷ് ഒന്നും ഇല്ല എൻ്റെ കയ്യിൽ. അപ്പം ഞാൻ ഓൺലൈൻ ചെക്ക് ചെയ്തപ്പോഴേ ഒരു 400 റേഞ്ചിലുള്ള റോംസിന്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു റോംസ് 12th എഡിഷൻ റോംസ് അപ്പം ഞാൻ വാങ്ങിച്ചു. അപ്പൊ അത് ഞാൻ വാങ്ങിച്ചു. മുദിത് ഖാന് പിന്നെയാണ് ഞാൻ വാങ്ങിച്ചത്, കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. അങ്ങനെ ആ റോംസും PHF മെറ്റീരിയലും വെച്ചിട്ടാണ് ഞാൻ ആ സമയത്ത് എൻ്റെ പഠിത്തം തുടങ്ങുന്നത്. അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടെലിഗ്രാമിൽ ഇങ്ങനെ ഹോമിയോ ഗുരുജി എന്നുള്ള ഇതുണ്ട് എന്നൊക്കെ അറിയണത്. ആ സമയത്തൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ഹോമിയോ ഗുരുജിയിൽ ജെയ്സൺ സാറ് രാവിലെ ഇതിടും, 120 ക്വസ്റ്റ്യൻസിന്റെ ഇതിടും, ക്വസ്റ്റ്യൻസിന്റെ മോക്ക് ടെസ്റ്റ് ഇടും. ആ സമയത്ത് തലേന്ന് പറയും ഏതാണ് ഇടുന്നത് എന്നുള്ളത്. അപ്പൊ ഞാൻ റോംസും PHF മെറ്റീരിയലും വെച്ചിട്ട് തലേന്ന് ഞാനതൊക്കെ പ്രിപ്പയർ ചെയ്യും. റോംസും PHF മെറ്റീരിയലും വെച്ച്, ഇപ്പൊ അനാട്ടമിയാണ് പറയുന്നതെങ്കിൽ തലേന്ന് ഞാൻ അനാട്ടമി ഫുള്ള് വായിച്ചിട്ട്
അത് അറ്റൻഡ് ചെയ്യും. അറ്റൻഡ് ചെയ്യുമ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ റാങ്കിനുള്ളിൽ ഞാൻ വരും. പക്ഷെ എന്നിട്ടും എൻ്റെ തെറ്റും. ക്വസ്റ്റ്യൻസ് തെറ്റും. പക്ഷെ അത് എന്തുകൊണ്ട് തെറ്റി, എങ്ങനെ തെറ്റി എന്നുള്ളത് ഞാൻ വീണ്ടും ഇവാലുവേറ്റ് ചെയ്യും. എന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്യാൻ നോക്കും. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ റൂട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ഞാൻ എക്സാം അടുപ്പിച്ചെത്തിയപ്പോഴേക്ക് ഈ ടെലിഗ്രാം ഉള്ളത് കൊണ്ട് നമുക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം കുറേ നമ്മൾക്ക് ടൈം നമുക്ക് കുറേ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മൾ റിട്ടേൺ ആയിട്ട് ചെയ്യുന്ന എക്സാമിനേക്കാളും നമുക്കിങ്ങനെ കുത്തി കുത്തി നമ്മളെ പൂവൊക്കെ വരുമല്ലോ. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ് ശരിയാവുന്നത്. അപ്പോൾ അങ്ങനെ ടെലിഗ്രാമിലുള്ള ക്വസ്റ്റ്യൻസ് ഏകദേശം കുറേ ഗ്രൂപ്പ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതൊക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പം നമ്മൾ നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുക. നമ്മളെ സമയം അത്ര പോവുകയില്ല. അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഇപ്പം നമുക്ക് റാങ്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, ഇപ്പം ഞാൻ താഴെ ആയിപ്പോയല്ലോ എന്നുള്ളത് കാണാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ പേഴ്സണൽ ക്വിസ് ബോർഡിലിട്ടിട്ട് നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്കറിയാം നമ്മൾ എത്രത്തോളം ശരിയാക്കി എന്നുള്ളത് അറിയാം. അങ്ങനെയായിരുന്നു ആ പി ജി റൂട്ടീൻ പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ പി ജി എക്സാം കഴിഞ്ഞു. അങ്ങനെ എനിക്ക് 18th ഓൾ ഇന്ത്യ റാങ്ക്, 18th ആയിരുന്നു ഓൾ ഇന്ത്യ റാങ്ക്, കേരള സെക്കൻഡ് റാങ്ക്. അപ്പോൾ കോഴിക്കോട് PM എനിക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് PM തന്നെ എടുത്തു. അങ്ങനെയാണ് എൻ്റെ ഈ ജേർണി പോയിക്കൊണ്ടിരുന്നത്, പി ജി ജേർണി. അത് കഴിഞ്ഞ് പി ജിക്ക് ജോയിൻ ചെയ്തു. ഞങ്ങൾ 6 പേരാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ ആയപ്പോഴാണ് PSCന്റെ നോട്ടിഫിക്കേഷൻ വരുന്നത്. അങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കമ്പൈൻ സ്റ്റഡി നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കമ്പൈൻ സ്റ്റഡി നടത്തുമ്പോൾ 6 പേരും കൂടെ കമ്പൈൻ സ്റ്റഡി നടത്തി. അപ്പോൾ ഏതാണോ മെറ്റീരിയൽ അവൈലബിൾ, ഇപ്പോൾ എല്ലാവർക്കും അവൈലബിൾ, ചിലർക്ക് PHF ആയിരിക്കാം, ചിലർക്ക് IHMന് മെറ്റീരിയൽ ആയിരിക്കാം. അപ്പോൾ ഏതാണോ കയ്യിലുള്ള മെറ്റീരിയൽ അത് വെച്ച് ഞങ്ങൾ പിന്നെ കമ്പൈൻ സ്റ്റഡി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ അനാട്ടമിയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ സബ്ജക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഞങ്ങൾ എല്ലാ സബ്ജക്റ്റിനും ഏകദേശം ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് കൊടുത്തത്. എക്സെപ്റ്റ് കോർ സബ്ജക്റ്റ്, നമ്മളെ 4 ഹോമിയോപ്പതി സബ്ജക്റ്റിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ബാക്കി എല്ലാത്തിനും ഈക്വൽ ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇരുന്നിട്ട് മെറ്റീരിയൽ വെച്ചിട്ട് ഇങ്ങനെ തുടങ്ങും, അനാട്ടമി വായിക്കാൻ തുടങ്ങും. പക്ഷേ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ ഞങ്ങൾ ഇത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ചെയ്യും. നമ്മൾ എന്താണോ പഠിച്ചത് അതിൻ്റെ ക്വസ്റ്റ്യൻസ് അന്ന് തന്നെ ഞങ്ങൾ റിവൈസ് ചെയ്യായിരുന്നു. അന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്ത് ഞങ്ങൾ 6 പേരും കൂടി ടെലിഗ്രാമിൽ ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് അന്ന് തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ വായിക്കും. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ ആയിക്കോട്ടെ, എങ്ങനെ ആയാലും നമ്മൾ കുറേ കാര്യങ്ങൾ ആ സമയത്ത് വായിക്കും. പക്ഷേ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചിലപ്പോൾ നമുക്കത് കത്തണമെന്നില്ല. നമുക്ക് ക്വസ്റ്റ്യൻസ് വന്നാൽ തെറ്റിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇത് എന്തുകൊണ്ട് വന്നില്ല എന്നുള്ളത് കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നമ്മൾ പഠിച്ച സബ്ജക്റ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുമ്പോഴാണ് നമ്മൾ അത് എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് ഞങ്ങൾ ഇതിൻ്റെ റൂട്ടീൻ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കോർ സബ്ജക്റ്റിൽ ഇപ്പം മെറ്റമെഡിക്കൽ നോക്കുവാണെങ്കിൽ ഞങ്ങളൊരു 5 ഡ്രഗ് ഡെയിലി ഒരു 5 ഡ്രഗ് കീനോട്ട് വായിക്കുമായിരുന്നു. കീനോട്ട് വിത്ത് റിലേഷൻഷിപ്പ് പാർട്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ ഫസ്റ്റ് ഇപ്പോൾ അങ്ങനെ A മുതൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രഗ് എടുക്കാം. ഇഷ്ടമുള്ള ഇപ്പോൾ C സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ C സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് ഒരു 5 ഡ്രഗ്, ഒരു ദിവസം ഒരു 5 ഡ്രഗോ അല്ലെ പറ്റുന്നില്ല ഒരു 3 ഡ്രഗ് എങ്കിലും ഡെയിലി വായിക്കണം. ഡെയിലി കീനോട്ടും അഫോറിസവും ഡെയിലി വായിച്ച് നമ്മളൊരു റൂട്ടീനായിട്ട് പോയിക്കൊണ്ടിരിക്കണം. പിന്നെ കീനോട്ട് വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് തുടക്കം മുതൽ അതിൻ്റെ ഗ്രൂപ്പ് ഏതാണ്, ഫാമിലി ഏതാണ്, കോമൺ നെയിം എന്താണ്, ഇനി വേറെ എക്സ്ട്രാ കോമൺ നെയിം ഉണ്ടെങ്കിൽ അത് അവിടെ സൈഡിൽ എഴുതി വെച്ചേക്കണം. അതിൻ്റെ പ്രൂവർ ആരാണ് അതൊക്കെ സൈഡിൽ ഫ്രണ്ടിൽ തന്നെ എഴുതി വെക്കാം. എന്നിട്ട് നമ്മൾ വായിച്ച് തുടങ്ങുമ്പോൾ അതിൻ്റെ ബോറിക്കിലുള്ള ഇറ്റാലിക്സും കൂടെ അതിൻ്റെ കൂടെ ഞാൻ ബോറിക്കിൻ്റെ ഇൻട്രൊഡക്ഷൻ പോർഷൻസ് വായിക്കുമായിരുന്നു. അതിൻ്റെ ഇറ്റാലിക്സ് സെപ്പറേറ്റ് വായിക്കുമായിരുന്നു. അങ്ങനെ അത് രണ്ടും കൂടിയാണ് മെട്രോമെഡിക്ക പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ തന്നെ നമ്മൾ റിലേഷൻഷിപ്പ് പാർട്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേഷൻഷിപ്പ് പാർട്ട് വായിക്കും. പിന്നെ ബ്രേക്കറ്റിലുള്ള ഡ്രഗ് ഉണ്ടാവുമല്ലോ, അപ്പം ഏതെങ്കിലും ഡ്രഗ് ബ്രാക്കറ്റിൽ ഇടുവാണെങ്കിൽ ആ സമയത്ത് തന്നെ, ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് തന്നെ ആ ഡ്രഗ് മറിച്ചിട്ടിട്ട്, ഇപ്പോൾ നമ്മൾ അബ്രോട്ടാണ് വായിക്കുന്നതെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു സിബ്ജക്റ്റിൻ്റെ ബാക്കിൽ ഇപ്പോൾ കുണിയം ഉണ്ടെന്ന് വെച്ചോ, അപ്പോൾ നമ്മൾ ആ സമയത്ത് തന്നെ കുണിയം പോയി വായിക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്റൻസും ഇതിൻ്റെ സെൻറ്റൻസും തമ്മിൽ എന്ത് വ്യത്യാസമാണ് ഉള്ളത് എന്നുള്ളത് ആ സമയത്ത് തന്നെ നമ്മൾ ഓർത്ത് വെച്ചേക്കണം. രണ്ടും ആ സമയത്ത് വായിക്കുകയും ചെയ്യണം. അങ്ങനെ വായിച്ചാലാണ് നമുക്ക് ആ ബ്രാക്കറ്റിലുള്ളതും ആ 2 സിംറ്റംസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ള മനസ്സിലാവുള്ളൂ. അപ്പോഴേ നമുക്ക് MCQ ക്രാക്ക് ചെയ്യാൻ, മെട്രോമെഡിക്ക MCQ ക്രാക്ക് ചെയ്യാനുള്ള ഒരു ഇത് വരുള്ളൂ. അപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്ക്. നമ്മൾ ഏതാണോ ഡ്രഗ് വായിക്കുന്നത് അതിൻ്റെ ബ്രാക്കറ്റിലുള്ള ഡ്രഗ്
അപ്പുറം പോയി വായിക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ സിംറ്റംസ് തമ്മിലുള്ള ചെറിയ ഡിഫറൻസേ ഉണ്ടാവുള്ളൂ ആ സിംറ്റംസ് തമ്മിൽ. ഇപ്പം ഫോർഹെഡ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗിൽ ഇപ്പോൾ ഫോർഹെഡിലാണ് വേർപ്പുള്ളതെങ്കിൽ ഹോൾ ഹെഡ് വേർപ്പുള്ള ഡ്രഗ് അത് അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ വേണം നിങ്ങൾ മിട്രമെഡിക്ക വായിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ക്രാക്ഡ് എൻട്രൻസും കീനോട്ടും ബോറിക്കിലുള്ള ഇറ്റാലിക്സും ഇത്രയും സാധനങ്ങളാണ് മിട്രമെഡിക്ക പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒ എം എൽ അഫോറിസം 1 or 2 അഫോറിസം ഞങ്ങൾ ഡെയിലി വായിക്കുമായിരുന്നു. 1 or 2 അഫോറിസം ഡെയിലി വായിക്കും വിത്ത് ഫുട് നോട്ട്. അത് തന്നെ നോട്ടാക്കി വെക്കും. വണ്ണിൽ എന്താ പറയുന്നത്, 2ൽ എന്താ പറയുന്നത്, അതിന്റെ ഫുട് നോട്ടിൽ എന്താ പറയുന്നത്. അതിങ്ങനെ ഇപ്പൊ ഫസ്റ്റിൽ തിയററ്റിക് മെഡിസിൻ അതിന്റെ ഫുട് നോട്ടിലുണ്ട്. അങ്ങനെ 1ൽ എന്താ മിഷൻ, ഫിസിഷ്യന്റെ മിഷൻ എന്നാണ്, എയിം ഓഫ് ദി ഫിസിഷ്യൻ ആണ്. അതിന്റെ ഫുട് നോട്ടിൽ തിയററ്റിക് മെഡിസിൻ ഉണ്ട്. അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു ഷോർട്ട് നോട്ട് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാമിന്റെ തലേന്നോ അല്ലെ എക്സാം അടുപ്പിച്ചിട്ടോ നമുക്ക് നോക്കാൻ സുഖമായിരിക്കും. പിന്നെ കെന്റിന്റെ ഒബ്സർവേഷൻ നോക്കാണ്ട് ഒരു എക്സാമിനും പോവാൻ പാടില്ല. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ ബേസിക്സ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വേണം കുറച്ചും കൂടെ ഇൻഡെപ്ത് ഉള്ള സാധനങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. അതാണ് OML ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്രയും പിന്നെ പ്രിഫൈസസിൽ രാജേശ്വരി മാഡത്തിന്റെ ക്ലാസ്സസിൽ പ്രിഫൈസസിൽ ഫസ്റ്റ് പ്രിഫൈസ്, സെക്കൻഡ് പ്രിഫൈസ് അതൊക്കെ സക്സസിൽ വന്നതിന് ശേഷം രാജേശ്വരി മാഡത്തിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഇത്രയും സാധനങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട് എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അതിൽ നിന്നാണ് അതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ടായത്. പിന്നെ റെപ്പട്രി ശ്രദ്ധിക്കേണ്ടത്, നമ്മള് നമ്മളെ സോഴ്സ് ബുക്സ് നമ്മൾ എപ്പോഴും ഈ കോർ സബ്ജക്റ്റ് പഠിക്കുമ്പോൾ സോഴ്സ് ബുക്ക് വേണം നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ BTP ആയിക്കോട്ടെ, BBCR ആയിക്കോട്ടെ, കെൻഡ് ആയിക്കോട്ടെ, ഇതിന്റെ റൂബ്രിക്സ് എന്തായാലും ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ BTPയിലും കുറച്ചല്ലേ BTP ഉള്ളൂ. അപ്പോൾ ഞാൻ ഓരോരോ ചാപ്റ്ററിന്റെ മുകളിലും എന്തൊക്കെ റൂബ്രിക്സ് ആണ് അതിൽ വരുന്നതെന്നുള്ളത് ഒരു ചെറിയ നോട്ടാക്കിയിട്ട് നമ്മൾ സ്റ്റിക്കി നോട്ട്സ് ഇല്ലേ അത് വെച്ചിട്ട് അതിൽ എഴുതി വെക്കുമായിരുന്നു. അങ്ങനെ BBCR അത് നമ്മൾ റെപ്പട്രി മറിച്ച് നോക്കിയാലാണ് റൂബ്രിക്സ്. അപ്പോൾ കുറച്ച് നിങ്ങൾക്ക് അടുത്ത PSC ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ സമയം നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴേ ചെയ്തു വെക്കാൻ കഴിയുന്നതേ ഉള്ളൂ. ഓരോരോ ഇതിന്റെ മുകളിൽ ചാപ്റ്ററിന്റെ മുകളിൽ എഴുതി വെക്കുക ഇതിൽ എന്തൊക്കെ റൂബ്രിക്സ് ആണ് ഉള്ളത്. അത് ടെക്സ്റ്റ് മറച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഈ റൂബ്രിക്സ് ഇതിൽ ഉണ്ടോ എന്നുള്ള, ഇപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമ്മൾ റൂബ്രിക്സിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ടെക്സ്റ്റ് മറച്ചിട്ട് തന്നെ നോക്കണം. അപ്പോഴാണ് നമ്മളെ തലയിൽ അത് നിൽക്കുള്ളൂ. ഇപ്പൊ കെൻഡിലെ ഫോർമിക്കേഷൻ എവിടെയുള്ളത് അങ്ങനെ ആ ടെക്സ്റ്റ് മറിച്ചിട്ട് തന്നെ നോക്കണം. അങ്ങനെ വേണം റൂബ്രിക്സ് പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തിവാരി സാറിന്റെ ടെക്സ്റ്റ് ബുക്ക്, ഈ അനാംനെസിസ് അങ്ങനത്തെ കുറെ ടോപ്പിക്സ് അല്ലേ, അത് തിവാരി സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് ഒരു തവണയെങ്കിലും എക്സാമിന്റെ മുന്നേ പഠിക്കാൻ കഴിയുവാണെങ്കിൽ അതും നല്ലതാണ്. അപ്പോൾ തിവാരി സാറിന്റെ ടെക്സ്റ്റ് ബുക്കും റൂബ്രിക്സും ആണ് ഞാൻ റെപ്പട്രി പോർഷൻസിൽ കൂടുതലായിട്ട് നോക്കിയത്. പിന്നെ ഇയേഴ്സ് ഒക്കെ ഇങ്ങനെ ചുമരുമിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. കാരണം നമ്മളെപ്പോഴും വിട്ടുപോകും, ഈ ഇയർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ അതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്ന രീതിയിൽ എവിടെയെങ്കിലും എഴുതി വെക്കുമായിരുന്നു. പിന്നെ ഫാർമസി ചെറിയൊരു സബ്ജക്റ്റാണ്, പക്ഷെ ഫാർമസിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെറ്റീരിയൽ വെച്ച് നമുക്ക് പഠിക്കാം. പക്ഷേ ടെക്സ്റ്റ് അസിസ്റ്റന്റ് പ്രൊഫസർ ഫാർമസീൻ്റെ എക്സാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പോഴാണ് നമ്മൾ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ട് പഠിച്ചാൽ മാത്രമാണ് ഫാർമസിയിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ മെറ്റീരിയലും അതിൻ്റെ കൂടെ ഞാൻ രണ്ട് ടെക്സ്റ്റും മണ്ഡലും പിന്നെ ഒരു ടെക്സ്റ്റും കൂടി ഇല്ലേ, ആ രണ്ട് ടെക്സ്റ്റും വെച്ചിട്ട് ഓരോ ചാപ്റ്ററിൽ നമ്മൾ കുറച്ചും കൂടെ ഇങ്ങനെ ഡാർക്ക് ആയിട്ട് എഴുതിയിട്ടുണ്ടാവും. അങ്ങനത്തെ പോയിന്റ്സ് ഒക്കെ ഞാൻ മെറ്റീരിയൽ എഴുതി വെക്കുമായിരുന്നു. അപ്പോൾ ഫാർമസി ചെറിയ സബ്ജക്റ്റ് ആണെങ്കിൽ പോലും ടെക്സ്റ്റ് വെച്ചിട്ട് ഒന്നും കൂടെ പോയിന്റ്സ് കുറച്ചും കൂടെ നോട്ട്സ് ആക്കി എഴുതി വെക്കണം എന്നുള്ള സജഷനാണ് എനിക്ക് ഫാർമസിയിൽ പറയാനുള്ളത്. പിന്നെ നമ്മൾ ഷോർട്ട് സബ്ജക്റ്റ് ഇപ്പൊ ബയോകെമിസ്ട്രി, FMT, പാരസൈറ്റോളജി, മൈക്രോ ഈ സാധനങ്ങളൊന്നും നോക്കാണ്ട് പോകരുത്. കാരണം ഈ ഷോർട്ട് സബ്ജക്റ്റ് നമുക്ക് വേഗം തീർക്കാൻ കഴിയുന്നതാണ്. അതിന്റെ മാർക്ക് നമുക്ക് 1 or 2 ക്വസ്റ്റ്യൻസാ വരുന്നതെങ്കിൽ ആ മാർക്ക് നമുക്ക് ഫുള്ള് കിട്ടുന്നതുമാണ്. അപ്പൊ ഈ ബയോകെമിസ്ട്രി, FMT ഒന്നും നമ്മൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റിലേക്ക് അത് പോട്ടെ, അത് നോക്കണ്ട എന്നുള്ള രീതിയിൽ വിടാൻ പാടില്ല. ഈ സബ്ജക്റ്റുകൾ പാരസൈറ്റോളജി, മൈക്രോ ഈ ഷോർട്ട് സബ്ജക്റ്റുകൾ നമ്മൾ എപ്പോഴും പഠിച്ചിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ എക്സാമിന്റെ തലേന്നോ അല്ല അതിന്റെ മുന്നെയോ നോക്കിയിട്ട് പോകണം, നമ്മൾ വിട്ട് കളയരുത്. പിന്നെ ഉള്ളത് FMTയും SPMും നമ്മൾ എപ്പോഴും പുതിയ ടെക്സ്റ്റുമായിട്ട് എന്ന് വെച്ചാൽ പുതിയ എഡിഷൻ ടെക്സ്റ്റുമായിട്ട് നമ്മൾ കോറിലേറ്റ് ചെയ്ത് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ പണ്ടത്തെ മെറ്റീരിയൽ ആണെങ്കിൽ പോലും നമ്മൾ പുതിയ എഡിഷൻ, ഇപ്പൊ SPMൽ നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിലൊക്കെ ഇപ്പൊ ചേഞ്ച് വന്നിട്ടുണ്ടാവും, കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടാവും, അതൊക്കെ ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ആ ചേഞ്ച് വന്ന സാധനങ്ങൾ പുതിയ ടെക്സ്റ്റ് വെച്ചിട്ട് വേണം നിങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. പുതിയ എഡിഷൻ ടെക്സ്റ്റിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്നുള്ളത് കൂടെ കമ്പയർ ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ഞാൻ നോൺ ഹോമിയോപ്പതി സബ്ജക്റ്റിന് കൂടുതലായിട്ടും ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത് റോംസ് ആണ്. എൻ്റെ പഴയ റോംസ് ടെക്സ്റ്റ് തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതില് ലാബ് ഇൻവെസ്റ്റിഗേഷൻ നമ്മളെല്ലാം ഏകദേശം നമ്മളെല്ലാ സബ്ജക്റ്റും പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ലാബ് ഇൻവെസ്റ്റിഗേഷൻ, റേഡിയോളജി, ഓങ്കോളജി ഇങ്ങനത്തെ ടോപ്പിക്സ് ഉണ്ട്. അപ്പൊ ഈ ടോപ്പിക്സ് നമ്മൾ നോക്കുമ്പോൾ ലാബ് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ നോക്കുവാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഓൾറെഡി PM പഠിക്കുമ്പോൾ നമ്മൾ അതിന്റെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ പഠിക്കും. പക്ഷെ അത് എല്ലാ ലാബ് ഇൻവെസ്റ്റിഗേഷനും കൂടെ ഒരുമിച്ച് കിട്ടുമ്പോൾ നമുക്കതൊരു എക്സ്ട്രാ ബെനിഫിറ്റാണ്. അപ്പൊ ആ ടോപ്പിക്സ് ലാബ് ഇൻവെസ്റ്റിഗേഷൻ, റേഡിയോളജി ഇപ്പൊ നമ്മൾ ഓർത്തോയിൽ കുറെ റേഡിയോളജിക്കൽ ഫൈൻഡിങ്സ് പഠിക്കും, അല്ലാണ്ട് നമ്മൾ ക്രോൺസ് ഡിസീസ്, അൾസറേറ്റീവ് കൊളൈറ്റിസിലൊക്കെ റേഡിയോളജി ഫൈൻഡിങ്സ് പഠിക്കും. പക്ഷെ എല്ലാം കൂടെ ഒരുമിച്ച് നമുക്കൊരു സ്ഥലത്ത് കിട്ടുമ്പോൾ നമുക്കത് കുറച്ചും കൂടെ നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ റേഡിയോളജി, അതേപോലെ തന്നെയാണ് ഓങ്കോളജി. ഇപ്പൊ ഓങ്കോളജി നമ്മൾ ഹെപ്പറ്റോസ് എല്ലാ കാർസിനോമ നമ്മൾ GAD-യിൽ പഠിക്കും. പക്ഷേ അത് ഹെപ്പറ്റോസ് എല്ലാ കാർസിനോമ ഇപ്പൊ ട്യൂമർ മാർക്കേഴ്സ് ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ, ഇപ്പൊ PSAയോ അല്ലെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിട്ടുവാണെങ്കിൽ നമുക്കത് MCQ പോയിന്റിലും എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലും ഒക്കെ നല്ലതാണ്. അപ്പൊ അങ്ങനെ ഈ റോംസിലുള്ള ലാബ് ഇൻവെസ്റ്റിഗേഷൻ, റേഡിയോളജി, ഓങ്കോളജി ഈ ടോപ്പിക്സ് ലാസ്റ്റിലേക്ക് നമ്മൾ എല്ലാ സബ്ജക്റ്റും ഏകദേശം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ സബ്ജക്റ്റും കൂടെ നോക്കണം എന്നുള്ള ഒരു സജഷനും കൂടെ എനിക്കുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് PM-ന് ഞാൻ മുദിത് ഖാന എന്നുള്ള ടെക്സ്റ്റ് പഠിച്ചിട്ടുണ്ടായിരുന്നേ. അത് അധിക വിലയൊന്നുമില്ല, ഒരു 1002 വോളിയം ഉണ്ട്, 1000 സംതിങ് ആണ് അതിന്റെ വില. അപ്പൊ ആ ടെക്സ്റ്റ് ഞാൻ കുറച്ച് ക്യാഷ് ഒക്കെ ആയപ്പോഴാട്ടോ അത് വാങ്ങിച്ചേ. അപ്പൊ ആ ടെക്സ്റ്റിൽ എന്താ എനിക്ക് തോന്നിയ ഒരു ബെനിഫിറ്റ് ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടോപ്പിക് ക്ലിയർ ആയിട്ട് ഫസ്റ്റ് നമുക്ക് അധികം ബേർഡൻ ഇല്ലാണ്ട് ആ ടോപ്പിക് അവർ എക്സ്പ്ലെയിൻ ചെയ്യും. അതിന്റെ ക്വസ്റ്റ്യൻസ് കുറച്ച് കഴിഞ്ഞിട്ട് ആ ടോപ്പിക്കിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് വെച്ചാൽ സിമിലർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഇപ്പൊ ഫസ്റ്റ് വന്നതിന്റെ എക്സ്പ്ലനേഷൻ തന്നെയായിരിക്കും രണ്ടാമത്തെ എക്സ്പ്ലനേഷൻ, പക്ഷെ അത് അവർ വീണ്ടും കൊടുക്കും. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻസിലാണ് ഇമ്പോർട്ടൻസ് ഉള്ളത്. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ 4 ഓപ്ഷൻസ് നമുക്ക് MCQ ക്രാക്ക് ചെയ്യുമ്പോൾ 4 ഓപ്ഷൻസ് ഉണ്ടാവും. ഈ 4 ഓപ്ഷൻസ് നമ്മൾ എങ്ങനെ ഒന്ന് വേർതിരിച്ചെടുക്കണം, നമ്മളെ കറക്റ്റ് ആൻസർ ഏതാന്നുള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ആ ടോപ്പിക്ക് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആ ടോപ്പിക് അറിയണമെങ്കിൽ അതിന്റെ എക്സ്പ്ലനേഷൻസ് വായിച്ചാൽ മാത്രം നമുക്ക് അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ, എന്തുകൊണ്ട് ഇത് മറ്റേന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതിന്റെ എക്സ്പ്ലനേഷൻ നന്നായിട്ട് ആ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാവർക്കും അത് വാങ്ങിക്കാൻ കഴിയണില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കുറച്ച് ഓൺലൈൻ സോഴ്സസ് നോക്കിയിട്ടുണ്ടായിരുന്നു, എന്ന് വെച്ചാൽ ആപ്പുകൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആപ്പാണ് PrePG ആപ്പ്. ഞാൻ എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്ന ഒരു ആപ്പുമാണ് PrePG ആപ്പ്. ഈ ആപ്പ് നമുക്ക് ഇതാണ് പെയ്ഡ് ആപ്പാണ്. പക്ഷേ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ വർക്ക്ഔട്ട് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ വർക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ അത് ആ പെയ്ഡ് ആണെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് ക്വസ്റ്റ്യൻസ്, എത്രയോ ക്വസ്റ്റ്യൻസിൽ പകുതിയോളം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പെയ്ഡ് അല്ലെങ്കിൽ പോലും നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ സ്പീഡ് അധികമാവുന്നുണ്ടോ? ഹലോ. ഇല്ല 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 ഡോക്ടറെ, കുഴപ്പമില്ല, പറഞ്ഞോളൂ. അപ്പോൾ പറ്റുന്നുണ്ട്. ഈ PrePG ആപ്പിൽ നമുക്ക് ആ വർക്ക്ഔട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോഴേക്കും നമുക്ക് ബുക്ക് മാർക്കും ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിപ്പോൾ കൺഫ്യൂഷൻ ഉള്ള ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ നമുക്ക് ബുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. അപ്പൊ ആ ആപ്പിൽ ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും, ഇപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻസ് തന്നവരും അതിൽ 4 ഓപ്ഷൻസ് ഉണ്ടാവും. നമുക്ക് ഏത് വേണമെങ്കിൽ ഇപ്പൊ നമുക്ക് കറക്റ്റാന്ന് തോന്നുന്നു നമ്മൾ കുത്തുമ്പോഴത്തേക്ക് അത് എത്രത്തോളം എത്ര ആൾക്കാർ അത് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എത്ര ആൾക്കാർ അത് ശരിയാക്കിയിട്ടുണ്ട്, ആ പെർസെൻറ്റേജ് ഒക്കെ അവർ കാണിക്കും. ടഫ് ആയിരുന്നോ ആ ക്വസ്റ്റ്യൻ, ടഫ് ആയിരുന്നോ, ഈസി ആയിരുന്നോ, അല്ലെങ്കിൽ മീഡിയം ക്വസ്റ്റ്യൻസ് ആയിരുന്നോ എന്നൊക്കെ അവർ അതിൽ പറയും. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ അതിന്റെ എക്സ്പ്ലനേഷൻസ് അവർ കൊടുക്കും. എല്ലാത്തിലും എക്സ്പ്ലനേഷൻ ഉണ്ടാവില്ല, പക്ഷെ ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസിനും അതിന് എക്സ്പ്ലനേഷൻസ് അതിലുണ്ടാവും. ആ എക്സ്പ്ലനേഷൻസിൽ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻസ് ഇപ്പോൾ മൈസ്റ്റീനിയ ഗ്രാവിസിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് 4 ഓപ്ഷൻസ് അതിലുണ്ടാവും. 4 ഓപ്ഷൻസ് എന്തുകൊണ്ട് മറ്റേത് വന്നില്ല എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്കതിൽ മനസ്സിലാവും, ഈ ആപ്പിൽ മനസ്സിലാവും. അങ്ങനെ വേണം നമ്മളിത് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഫസ്റ്റ് ഇന്റേൺഷിപ്പിന്റെ സമയത്ത് തന്നെ PGക്ക് അല്ല ഇതിന് കോച്ചിങ്ങിന് ചേർന്നപ്പോഴത്തേക്ക് ചൗഹാൻ വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചൗഹാൻ വാങ്ങിച്ചപ്പോഴേക്ക് അതിൽ കുറെ കറക്ഷൻസും തെറ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ എക്സ്പ്ലനേഷൻസ് വായിക്കുമ്പോൾ ഇപ്പൊ ഏത് ടെക്സ്റ്റ് ആയാലും അതിന്റെ എക്സ്പ്ലനേഷൻസ് നമുക്ക് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടെ നമുക്ക് ആ ക്വസ്റ്റ്യൻസിലും ആ ടോപ്പിക്കിലും നമ്മൾ കുറച്ചും കൂടെ എക്സ്പേർട്ട് ആവും. അങ്ങനെ വേണം നമ്മൾ വായിക്കാൻ വേണ്ടി. അതേപോലെ നിങ്ങളിപ്പോ മോക്ക് ടെസ്റ്റ് ചെയ്യുവാണെങ്കിൽ ഇപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് അതിൽ വന്നിട്ടുണ്ടാവും. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ടെക്സ്റ്റ് വെച്ച് നോക്കണം. ഇപ്പം ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻസ് ആ ടെക്സ്റ്റ് ഇപ്പോ
ക്ലസ്റ്റർ ഹെഡേക്കിന്റെ ഒരു ക്വസ്റ്റ്യൻസ്. അപ്പോൾ ക്ലസ്റ്റർ ഹെഡേക്കിന്റെ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡേവിഡ്സണോ അല്ലെങ്കിൽ KVKയോ വെച്ച് നമ്മൾ നോക്കണം. അതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ പഠിക്കുമ്പോഴാണ് കുറച്ചും കൂടെ എന്ന് വെച്ചാൽ നമ്മൾ മെറ്റീരിയൽ ഇല്ലാത്തതും ടെക്സ്റ്റ് വെച്ചിട്ടുള്ളതും ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മളെ ഇതിന്റെ PSCന്റെ സമയത്ത് തന്നെ പാർക്കിൻസോണിസത്തിന്റെ ഒരു നോൺ മോട്ടോർ സിംറ്റത്തിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു PSCക്ക്. അപ്പൊ അതൊക്കെ ടെക്സ്റ്റ് ഓറിയന്റഡ് ആയിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായത്. അത് ഹാരിസൺ വെച്ചിട്ടാണ് അവർ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ടായത്. അപ്പൊ എപ്പോഴും നമുക്ക് ടെക്സ്റ്റ് സോഴ്സ് ബുക്ക് പഠിക്കാൻ നമുക്ക് കിട്ടുമൊന്നുമില്ല. പക്ഷെ നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ വെച്ചിട്ട് നമുക്ക് കുറച്ചൊന്ന് ടെക്സ്റ്റും കൂടെ റെഫർ ചെയ്യുക, സോഴ്സ് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിറ്റ് ഉണ്ടാവും. അതേപോലെ ഇപ്പോൾ ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുവാണെങ്കിൽ, ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസ് ഓഫ്ലൈൻ ക്ലാസ്സസ് ഏത് ക്ലാസ്സസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുകയാണെങ്കിലും നമ്മൾ തലേന്ന് പറയല്ലോ ഏതാ സബ്ജക്റ്റ് ഉള്ളതെന്ന്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. എന്നിട്ട് അവർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ടെക്സ്റ്റ് മുന്നിൽ വെച്ചേക്കാം. ഇപ്പോൾ ഡോക്ടർ ആമിന അസ്നാറിന്റെ ക്ലാസ് ഉണ്ടാവുമ്പോൾ ഞാൻ എൻ്റെ മുന്നിൽ ടെക്സ്റ്റ് ഉണ്ടാവും കയ്യിൽ. എന്നിട്ട് ഡോക്ടർ പറയാത്ത എക്സ്ട്രാ പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെക്കും. കാരണം ഓരോരോ ഇപ്പോൾ ഡേവിഡ്സണോ ഏതെങ്കിലും ഒരു ടെക്സ്റ്റ് ഞാൻ കയ്യിൽ വെച്ചിട്ട് ഇതിൽ നമ്മളിപ്പോൾ എക്സ്ട്രാ സ്കെയിൽസുകൾ ഉണ്ടാവാം, പിന്നെ എക്സ്ട്രാ സ്കോറുകൾ ഉണ്ടാവാം, ഇങ്ങനെ പേരുകളുള്ള സ്കോറുകൾ, അതൊക്കെ അതിന് യുണീക്ക് ആയിരിക്കും. ഇപ്പൊ ആർബർ സ്റ്റെയിനിങ് നമ്മൾ ഹോട്ട്കിൻസ് ലിംഫോമയിലൊക്കെ നമ്മൾ പറയുന്നില്ലേ, അതേപോലെ സോറിയാസിസിന് അങ്ങനെ ഓരോന്നിനും ഓരോരോ സ്കോറുകളും സ്കെയിൽസുകളും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമ്മൾ വിട്ടുപോകരുത്. അതൊക്കെ നമ്മൾ ഡേവിഡ്സണിലൊക്കെ ഉള്ളതാണ്. അപ്പൊ അങ്ങനെ സോഴ്സ് ബുക്കുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് സമയമുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ മെറ്റീരിയലിൽ ഇപ്പോഴേ എഴുതി വെക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. പിന്നെ ഒന്ന് പറയാനുള്ളത്, നമ്മൾ ഏതാണോ മെറ്റീരിയൽ പഠിക്കുന്നത് അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കളിക്കരുത്. ഏതാണോ മെറ്റീരിയൽ യൂസ് ചെയ്യുന്നത് അത് തന്നെ യൂസ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാപ്റ്റർ എടുത്തിട്ട് ഇപ്പോൾ എക്സ്ട്രാ പോയിന്റ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യാം. അല്ലാണ്ട് ഇങ്ങനെ മാറി മാറി എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം നമ്മളിപ്പോൾ പഠിക്കുമ്പോൾ നമ്മൾ പറയില്ല ടെക്സ്റ്റിന്റെ ഈ സൈഡിലാണ് ഉള്ളത് എന്നൊക്കെ പറയില്ല. അതേപോലെ മെറ്റീരിയൽ നമുക്ക് തറോ ആയിരിക്കും, കുറേ കാലത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ അതിൽ തന്നെ എക്സ്ട്രാ പോയിന്റ് ആഡ് ചെയ്ത് പോകുന്നതായിരിക്കും കുറച്ചും കൂടെ നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഉള്ളത് നമ്മൾ റിവിഷൻ. എന്ത് സാധനം പഠിച്ചാലും അത് റിവൈസ് ചെയ്യണം. ഒന്നിക്കൽ അന്ന് തന്നെ നമ്മൾ റിവൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു വീക്കെൻഡ് ആകുമ്പോഴേക്കും നമ്മൾ റിവൈസ് ചെയ്യുക. ഇതാണ് നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ റിവിഷനാണ്. അപ്പോൾ റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമ്മൾ റിവിഷൻ നമ്മൾ പഠിച്ച സാധനം ഫസ്റ്റ് നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ കുറച്ച് സമയം എടുക്കും. രണ്ടാമത്തെ തവണ റിവൈസ് ചെയ്യുമ്പോഴത്തേക്ക് അതിനേക്കാളും കുറച്ച് സമയം മതി. അപ്പോൾ റിവിഷൻ, നിങ്ങൾ എന്ത് ചെറിയ കാര്യമാണ് പഠിച്ചതെങ്കിൽ അത് റിവിഷൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ റിവിഷനാണ്. പിന്നെ ടൈം ടേബിൾ, എല്ലാവരും എങ്ങനെ ടൈം ടേബിൾ സെറ്റ് ചെയ്യണം എന്ന് പറയും. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മളൊരു ഐഡിയ ഉണ്ടാക്കി വെച്ചേക്കണം. കാരണം ഈ കുറേ സാധനങ്ങൾ നമുക്ക് പഠിക്കാം. ഇപ്പൊ നമ്മൾ ടോപ്പിക്സ് എഴുതി വെക്കുമ്പോൾ, ഇപ്പോൾ PM തന്നെ എടുക്കുവാണെങ്കിൽ PMൽ ഏതെങ്കിലും ഒരു സിസ്റ്റം എടുക്കുവാണെങ്കിൽ ടോപ്പിക് ഡിവൈഡ് ചെയ്തിടുമ്പോൾ നമുക്ക് മനസ്സിലാവും കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഉഴപ്പാൻ തോന്നൂല. അതാണ് എനിക്ക് ആകെ ടൈം ടേബിൾ വെച്ചിട്ട് തോന്നിയ ഒരു കാര്യം. കാരണം ഞാൻ ടൈം ടേബിൾ എഴുതി വെക്കും, പക്ഷെ അത് ഫോളോ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റാറില്ല. 1 or 2 ടോപ്പിക് കവർ ചെയ്യുന്നതല്ലാണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഫോളോ ചെയ്യുന്നവരത് ഫോളോ ചെയ്ത് പോവുക. പിന്നെ ഉള്ളത് നമ്മൾ ടോപ്പിക്സിനെ പ്രയോറിറ്റൈസ് ചെയ്യാം. വെച്ചാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ MCQs ചെയ്ത് നോക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ ഒരു സബ്ജക്റ്റിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ OMൽ കെന്റിന്റെ ഒബ്സർവേഷൻ പഠിക്കാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ഓരോരോ ടോപ്പിക്സിൽ കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കേണ്ട കുറച്ച് ടോപ്പിക്സുകൾ ഉണ്ടാവും. ഇപ്പൊ CNSലാണെങ്കിൽ പാർക്കിൻസോണിസോ അല്ലെ അൽഷിമേഴ്സോ അതൊന്നും പഠിക്കാണ്ട് നമുക്ക് പോകാൻ കഴിയില്ല. അങ്ങനെ ആ ടോപ്പിക്സിന് കുറച്ച് പ്രയോറിറ്റി കൊടുക്കേണ്ട ടോപ്പിക്സ് ആണെങ്കിൽ അതിന് പ്രയോറിറ്റി കൊടുക്കുക തന്നെ വേണം. പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. ഇപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കിട്ടാൻ വേണ്ടിയിട്ട് അത്ര വലിയ പാടൊന്നുമില്ല. അപ്പൊ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്തിനു വേണ്ടിയാണ് നോക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാറ്റേൺ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ ഫസ്റ്റ് നമ്മൾ കുറച്ച് മുന്നത്തെ PSC ക്വസ്റ്റ്യൻസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഇങ്ങനെ 1 വേർഡ് പോലത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുണ്ട്. മസ്ലിന്റെ ഇൻസേഷൻ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പം മാറി അസേഷൻ റീസണിങ് ആണ്. അപ്പൊ ഞങ്ങൾ ഫസ്റ്റ് PG എക്സാം അങ്ങനെയായിരുന്നു, അസേഷൻ റീസണിങ് ആയിരുന്നു. അപ്പൊ നമുക്കൊരു പെട്ടെന്നുള്ളൊരു ചേഞ്ച് അല്ലേ അസേഷൻ റീസണിങ്, നമ്മൾ ഇതുവരെ കാണാത്ത സാധനങ്ങൾ. അപ്പോൾ ഈ അസേഷൻ റീസണിങ് നമ്മൾ അറ്റൻഡ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി ഇൻഡെപ്തിൽ നമ്മൾ നോളജ് ഉണ്ടെങ്കിലാണ് നമുക്ക് അസേഷൻ റീസണിങ് കിട്ടുള്ളൂ. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ച് നോക്കുമ്പോൾ അധികം ഈസി ഉള്ളത്
വിട്ടിട്ട് ഇങ്ങനെ അസേഷൻ റീസണിങ് ഉള്ളത് അങ്ങനത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, എത്ര നെഗറ്റീവ് നമ്മൾ അടിക്കുന്നുണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. അതിൽ എയിം ഹോമിയോപ്പതി എന്നുള്ള ആപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ കുറേ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് ആപ്പ് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. കുറേ തെറ്റുകളുണ്ട്, പക്ഷെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കീനോട്ട് പഠിക്കാൻ വേണ്ടി ഹോമിയോപ്പതി ക്വിസ് എന്നുള്ളട്ടുള്ള ആപ്പ് ഉണ്ട്. അതിൽ 5 or 10 നമുക്ക് നമ്പർ അതിൽ കൊടുക്കാം. 5 or 10 or 15 or 20 എത്ര ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വേണോ അത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് അതിൽ അവർ ഇട്ട് തരും. കീനോട്ടിലുള്ള ഡ്രഗ് ഇട്ട് തരും. എന്നിട്ട് അത് വെച്ച് നമുക്ക് MCQs ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് മാക്സിമം ഇപ്പം ടെലിഗ്രാം ഉള്ളതിനെ കൊണ്ട് മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഇങ്ങനത്തെ കോർ സബ്ജക്റ്റുകൾ ഉണ്ടാവില്ലേ, PM, FMT, പാത്തോ, ഇങ്ങനത്തെ സബ്ജക്റ്റുകളിൽ ഞാൻ SPM ഇതിലൊക്കെ നമ്മൾ BJന്റെ റിവ്യൂവിൻ്റെ ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടാവും. അപ്പം നമ്മൾ പഠിച്ച ടോപ്പിക്സിൽ റിവ്യൂ സബ്ജക്ട്സുകളിൻ്റെ PDF ഉണ്ടാവും. ടെലിഗ്രാമിൽ അടിച്ചു കൊടുത്താൽ മതി. റിവ്യൂ എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഈ ഫയൽസുകളൊക്കെ ഓപ്പൺ ആവും, ഫയൽസുകളൊക്കെ വരും. അപ്പോൾ അത് SPM ഒക്കെ ഞാൻ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ ഓടി നമ്മൾ തളരും. പക്ഷെ അതൊന്നും തളരാണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മോട്ടിവേഷൻ ടോക്സുകൾ കേൾക്കുക. ഇപ്പം അഞ്ചു ഡോക്ടർ ഇത് കേട്ടില്ല, അതേപോലെ മോട്ടിവേറ്റഡ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഇനി എനിക്ക് പറയാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു ഡോക്ടർ സനുശ്രീ. ഇപ്പം രണ്ടുപേരും ലൈവായിട്ടുണ്ട്. നിങ്ങൾക്ക് ആരോടാണെന്ന് വെച്ചാൽ ആരോടാണ് വേണമെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ കോമൺ ആയിട്ട് ചോദിക്കാം. രണ്ടുപേരിൽ ആരെങ്കിലും മറുപടി പറയും. ഓക്കെ, ഒരു 10-15 മിനിറ്റ് മാക്സിമം. പെട്ടെന്ന് ചോദിച്ചോളൂ. അൺമ്യൂട്ട് ചെയ്തങ്ങ് ചോദിക്കുന്നതാണ് എളുപ്പം. നിങ്ങൾ ടൈപ്പ് ചെയ്ത് ചാറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ആർക്കും ഒന്നും ചോദിക്കാനില്ലേ? ചോദ്യങ്ങൾ വരട്ടെ. ആരെങ്കിലും ഒന്ന് ചോദിച്ചു തുടങ്ങിയാൽ ചോദ്യങ്ങൾ വരും. ആര് തുടങ്ങും എന്നുള്ളത് കൊണ്ടാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഡോക്ടർ അമൃത അശോകൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഷിജിൽ ഡോക്ടറോട് എന്തെങ്കിലും ചോദിക്കാനാണോ? ക്ലാസ് ഏതുവരെ ആയി തീർന്നോന്ന് അറിയാൻ വേണ്ടിട്ട് കയറിയതായിരിക്കും. ഡോക്ടറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അമൃത ഡോക്ടറെ. ഇവർ രണ്ടുപേരും പറഞ്ഞു തരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ടാവും. ഞങ്ങളുടെയൊക്കെ സമയത്ത് ഇപ്പം 10, 25, 30 വർഷങ്ങൾക്ക് മുമ്പ് വളരെ ഫ്ലൂക്കായിട്ട് കയറി പോകാൻ പറ്റുന്ന ഒരു സംഭവമായിരുന്നു മെഡിക്കൽ ഓഫീസറുടെ PSC. ഉദാഹരണത്തിന് ഞാനൊക്കെ പരീക്ഷ എഴുതുമ്പോഴും 3500, 4000-ഓളം പേര് എഴുതാനുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഒരു കാര്യം ഉറപ്പാണ്, പഠിച്ചെഴുതുന്നവർ ഒരു 100-100-നകത്ത്, 100-150-നകത്തേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ വെറുതെ അപ്ലൈ ചെയ്യുന്നു, എഴുതുന്നു. ആ ഒരു രീതിയായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് നടക്കില്ല.
എല്ലാവരും വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറഞ്ഞ പക്ഷം ഇന്റേൺഷിപ്പിന്റെ സമയം മുതലെങ്കിലും വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് പഠിക്കുന്നവരാണ്. എല്ലാവരും ടെലഗ്രാമിലെ ക്യൂസ് ചെയ്യുന്നവരാണ്. ഹോമിയോ ഗിരിജിയുണ്ട്, ഹോമിയോ മന്ത്രയുണ്ട്, അതുപോലെ ധാരാളം. അതുപോലെ നമ്മളുടെ ആപ്പുകൾ പ്രയോജനപ്പെടുത്തി പഠിക്കുന്നവരാണ്. ലൈവ് ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. യൂട്യൂബിൽ ധാരാളം ക്ലാസ്സുകളുണ്ട്, അത് കേൾക്കുന്നവരാണ്. ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസ് ഈ പറഞ്ഞതുപോലെ ഷിജിൽ ഡോക്ടർ പറഞ്ഞ ഈ ഷുവർ സക്സസ് മാജിക് എന്ന് പറയുന്ന ടെക്സ്റ്റ്, അതിന്റെ PDF നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഏറ്റവും പുതിയ വോളിയംസ് ഇറങ്ങിയിട്ടുണ്ട്. സക്സസിന്റെ 3-4 വോളിയംസ് തന്നെയുണ്ട്. ഹോമിയോപ്പതി സബ്ജക്റ്റുകൾക്ക് ഒരു വോളിയം, അങ്ങനെ ഓരോന്നും. അപ്പൊ ഇതൊക്കെ കേസ് ആൻഡ് ടേണിംഗ് പോയിന്റ് ഇതുപോലുള്ള ഇതിന്റെ എല്ലാം PDF നമ്മൾ ഗ്രൂപ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അതെല്ലാം അവൈലബിൾ ആണ്. ഇതൊക്കെ വർക്കൗട്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. അപ്പോ ചുളുവിന് കയറിപ്പറ്റാം എന്നൊരു പ്രതീക്ഷ ആരും വെച്ച് പുലർത്തിയിട്ട് കാര്യമില്ല. ഇപ്പം നമ്മളുടെ ഗ്രൂപ്പുകളിൽ തന്നെ, ഇപ്പം സക്സസിന്റെ പെയ്ഡ് ഗ്രൂപ്പുകളിൽ തന്നെ ഏകദേശം 400 പേര് ഇപ്പോ PSC പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടർ ഷിജിൽ പറഞ്ഞതുപോലെ ഒരു 80-90-നകത്ത് വന്നാലേ നമ്മളൊരു സേഫ് സോണിലാണെന്ന് പറയാൻ പറ്റുകയുള്ളൂ. അതിനപ്പുറം ഒരു പക്ഷേ ഒരു ടെൻഷൻ അടിച്ചിരിക്കേണ്ട ഒരു സാഹചര്യമാണ്. അപ്പം നമ്മളുടെ ഗ്രൂപ്പിൽ തന്നെ 400 പേര് പെയ്ഡ് ഗ്രൂപ്പിലുണ്ട് എന്ന് പറയുമ്പോൾ മറ്റ് അതുപോലെ IHMAയുടെയും PHFന്റെയും ഒക്കെ ഗ്രൂപ്പുകളിൽ ധാരാളം പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ സംഖ്യ ഡോക്ടർമാര് സിസ്റ്റമാറ്റിക് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ജാഗ്രതയോടെ, കുറച്ചുകൂടി വേഴ്സറ്റൈൽ പ്രിപ്പറേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ, അതുപോലെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, പഴയതുപോലെ ഇപ്പം ലാർജസ്റ്റ് മസിൽ, സ്മാളസ്റ്റ് മസിൽ, അല്ലെങ്കിൽ സ്മാളസ്റ്റ് ബോൺ, അങ്ങനെയൊന്നും നെയിം ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഒന്നും വരുന്നില്ല. എല്ലാം ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് തന്നെ പലതും ട്രിക്കി ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, പരീക്ഷ എഴുതി ഇറങ്ങിയപ്പോൾ 70 മാർക്ക് കിട്ടുമെന്ന് പറഞ്ഞവർ വീട്ടിൽ ചെന്ന് വീണ്ടും ഒരിക്കൽ കൂടി നോക്കിയപ്പോൾ അത് 60ലേക്ക് കുറയുകയും, പിന്നീട് കീ വന്നപ്പോൾ അത് 50ആയി കുറയുകയും, പിന്നെ റിസൾട്ട് വന്നപ്പോൾ 40 മാർക്ക് കിട്ടുകയും ചെയ്ത ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞതുപോലെ അത് ആ ക്വസ്റ്റ്യന്റെ രീതി കൊണ്ടാണ്. അപ്പോൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്ക് കൃത്യമായ ഒരു അറിവുണ്ടെങ്കിൽ മാത്രമേ ഈ വരുന്ന പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പോൾ ഒരിക്കൽ കൂടി ഒരു 10 മിനിറ്റ് സമയം തരികയാണ്. എന്തെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ, സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. ഇനിയും റാങ്ക് ഹോൾഡേഴ്സ് നമ്മളുടെ വേദിയിൽ വരാനുണ്ട്. ഷഹാന ഡോക്ടർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ നിധി പി ഷേണായി സമ്മതം പറഞ്ഞിട്ടുണ്ട്. വേറെ ഡോക്ടർമാർ ധാരാളം പേര് ഇനിയും റാങ്ക് ഹോൾഡേഴ്സ് എല്ലാവരും തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ വരും, നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് വരും. പക്ഷേ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രാവർത്തികമാക്കുന്നെങ്കിൽ മാത്രമേ നമുക്കതുകൊണ്ട് പ്രയോജനമുള്ളൂ എന്നുള്ള കാര്യം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം വൈൻഡപ്പ് ചെയ്യും. ഹലോ സർ. ചോദിച്ചോളൂ. അല്ല, ഞാൻ അമൃത അശോകൻ. നേരത്തെ സർ ചോദിച്ച സമയത്ത് മൈക്രോഫോൺ ഓഫ് ആയിരുന്നതുകൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ല. പറഞ്ഞോളൂ. ഇല്ല സർ, ഞാൻ ക്ലാസ് അറിയാൻ ചെയ്തതേ ഉള്ളൂ. എന്നാലും പിന്നെ ഷിജിൽ ഡോക്ടറുടെ പ്രിപ്പറേഷനിൽ എത്രത്തോളം സഹായിക്കാൻ പറ്റിയെന്നൊന്ന് പറഞ്ഞോളൂ. ആള് കുറച്ചുകൂടെ ഡിറ്റർമിൻഡ് ആയിരുന്നു. ഞാനും ആ സമയത്ത് PSC അറ്റൻഡ് ചെയ്തെങ്കിലും കുറച്ചുകൂടെ ഡിറ്റർമിൻഡ് ആയിട്ട് എന്നെക്കാളും നന്നായിട്ട് ആള് മീൻസ് വളരെ ലേറ്റ് നൈറ്റ് ഒക്കെ വരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. PSC ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഞാൻ തന്നെ അത്യാവശ്യം അത്ഭുതപ്പെട്ടു പോയി. നമ്മുടെ കോളേജിൽ കോഴ്സ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഒരു പെർസിവറൻസോടെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ PG കയറി അതിനുശേഷം ടൈഫോയിഡ് വന്നൊക്കെ പറഞ്ഞോന്നറിയില്ല. പക്ഷെ ടൈഫോയിഡ് വന്ന് ഓൾമോസ്റ്റ് ഒരു 9 kilograms ഒക്കെ വെയിറ്റ് ലോസ് ആയിരുന്ന സമയത്താണ് ഈ PSC ഇങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത്രയും ആ സമയത്ത് ചെറിയ രീതിയിൽ എന്നെ കൊണ്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ബാക്കിയെല്ലാം ആള് തന്നെ ഡിറ്റർമിൻഡ് ആയിട്ട് ചെയ്തതുകൊണ്ട് കിട്ടിയതാണ്. അപ്പൊ നമുക്ക് എത്ര ഒബ്സ്റ്റക്കിൾസ് ഉണ്ടെങ്കിലും ഫൈനലി അതിനെയൊക്കെ നമ്മളെ ഒരു ഡിറ്റർമിനേഷൻ കൊണ്ട് ക്രോസ് ചെയ്യാം എന്നുള്ളൊരു വലിയ എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. അത്രയും പറയാനുള്ളൂ. ഓക്കെ, താങ്ക് യു.
ഡോക്ടർ പിന്നെ ടൈഫോയിഡിന്റെ കഥകളൊക്കെ നമ്മളോട് പറഞ്ഞു, വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഓക്കെ. അല്ല, അമൃത പറഞ്ഞ പോലെ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ള മിക്ക മെറ്റീരിയൽസിന്റെയും ഇത് അറേഞ്ച് ചെയ്ത് തരുന്നത് നിങ്ങൾ തന്നെയാണ്. ഞാനത് പഠിക്കുകയാണ്, ഇവിടെ പഠിക്കാൻ വേണ്ടിയിട്ട് അറേഞ്ച് ചെയ്യും, പക്ഷെ ഇവിടെ പഠിക്കില്ല. ഇവർക്ക് അങ്ങനെ ഒരുപാട് നേരം കുത്തിരുന്ന് പഠിക്കുന്ന ആ ഒരു സ്വഭാവം ഉള്ളതല്ല. കുറച്ച് സമയം കൊണ്ട് കിട്ടുന്നത് മതി എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അവള് മെറ്റീരിയൽസ് കളക്ട് ചെയ്യും. എനിക്ക് ഈ പറഞ്ഞ സ്ലോ സക്സസ് മാജിക് ഒക്കെ നമ്മുടെ സക്സസ് ഗ്രൂപ്പിൽ വന്നിട്ട് എനിക്ക് അറിയുന്നതിന് മുമ്പേ തന്നെ ഇവളാണ് എനിക്കത് ഒപ്പിച്ച് തന്നത്. അതുപോലെ എയ്സിന്റെ മെറ്റീരിയൽസ് എല്ലാം. മെറ്റീരിയൽസിന്റെ കോൺട്രിബ്യൂഷൻ ഇവള് വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഡോക്ടർ കാസർഗോഡ് വരുമ്പോൾ അമൃത ഡോക്ടറും കൂടെ ഇല്ലായിരുന്നോ? എല്ലാ കാര്യങ്ങളും കാസർഗോഡ് ഞാനും ഉണ്ടായിരുന്നു. അതെ, നിങ്ങൾ അടുത്തടുത്ത റാങ്കും അല്ലായിരുന്നോ? അപ്പൊ അമൃത ഡോക്ടർ തീരെ മോശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ? 5ഉം 7ഉം അങ്ങനെ കണ്ടല്ലായിരുന്നോ നിങ്ങള് നാമിന്റെ റാങ്ക്? 5ഉം 14 ആയിരുന്നു. ഓക്കെ ഓക്കെ. വേറെന്തെങ്കിലും ചോദിക്കാനുണ്ടോ സനുശ്രീ ഡോക്ടറോടോ ഷിജിൽ ഡോക്ടറോടോ? എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ കുറിച്ചുള്ള ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഷിജിൽ ഡോക്ടർ ഷാഹിദ ഡോക്ടറുടെ കാര്യം പറഞ്ഞിരുന്നു. റെപ്പർട്ടറി ഷാഹിദ് ഡോക്ടറാണ് നമുക്കിപ്പോൾ റെപ്പർട്ടറി എടുത്തുകൊണ്ടിരിക്കുന്നത്. വളരെ നല്ല ക്ലാസ് ആണ്. തീർച്ചയായിട്ടും ഷാഹിദ് ഡോക്ടർ ക്ലാസ് കേട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പേര്. ഷാഹിദ് ഡോക്ടർ റെപ്പർട്ടറി ഒരു ട്രിപ്പ് എടുത്തു കഴിഞ്ഞു നമ്മളുടെ പെയ്ഡ് ഗ്രൂപ്പുകളിൽ. ഓക്കെ. വേറൊരു കാര്യം കൂടി ആഡ് ചെയ്യാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ് ഈ കളേർഡ് ആയിട്ടുള്ള ബുക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജിന്റെ കാര്യം. അതൊന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ വിഷ്വൽ മെമ്മറിയിൽ എപ്പോഴും നമുക്ക് ആ ഒരു പോയിന്റ് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും നിൽക്കും. കാരണം എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കഴിഞ്ഞ PSCയിൽ തന്നെ 1-2 ക്വസ്റ്റ്യൻസ് ആ ഒരു വിഷ്വൽ മെമ്മറി കൊണ്ട് മാത്രം എനിക്ക് ശരിയാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മുടെ ഒരു ഈക്വലന്റ് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായി. ഈക്വലന്റ് സ്ട്രെയിൻ ഒരു നമ്പർ വെച്ചിട്ടായിരുന്നു, 157H17 അങ്ങനെ എന്തോ ഒരു നമ്പറാണ്. ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കില്ല അങ്ങനെ പറയുന്നത്. ഈ ഒരു നമ്പർ ഞാൻ ഒരിക്കലും ആ ടെക്സ്റ്റ് വായിക്കുമ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ആയിട്ട് വരുമെന്നോ, പിന്നെ ഒരു മോക്ക് ടെസ്റ്റിൽ ഈ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ, ഈക്വലന്റ് പല ക്വസ്റ്റ്യൻസും കണ്ടിട്ടുണ്ട്, പക്ഷെ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ PSCയിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു ക്വസ്റ്റ്യനും ഈ ഒരു ഓപ്ഷനും കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് അത് കണക്ട് ചെയ്യാൻ പറ്റിയതിന്റെ കാര്യം ആ ഒരു വിഷ്വൽ മെമ്മറി കൊണ്ട് മാത്രമാണ്. അതുപോലെ തന്നെ ഈ ഓട്ടോക്ലേവിന്റെ വർക്കിംഗ് ടെമ്പറേച്ചർ എത്രയാണ്, അതും ഞാനൊരു സ്ട്രെസ്ഡ് ആയിട്ട് പഠിച്ചിട്ടില്ല. അത് പലരും പഠിക്കുന്നതാണ്, പക്ഷെ ഞാൻ അത്ര ഇതൊരു ക്വസ്റ്റ്യൻ വരും ആ ലെവലിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതും എനിക്ക് കിട്ടിയത് ഈ ഒരു വിഷ്വൽ മെമ്മറിയിൽ നിന്നാണ്. ഞാനത് പ്രത്യേകം ക്വസ്റ്റ്യൻ വരും എന്നുള്ള രീതിയിൽ ഒരു പഠിത്തം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഈ ഒരു കാര്യം കൂടി ആഡ് ചെയ്തു. ഓക്കെ, വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. അമൃത ഡോക്ടറെ, വീണ്ടും നിങ്ങൾക്ക് ടെസ്റ്റ് നടത്തിയതുപോലെ ന്യൂ ഇന്ത്യ അഷുറൻസിൽ സാധ്യത വല്ലതും ഉണ്ടോ? ഇനി ഉടനെ വിളിക്കാനും കാണും. സാർ ഇവര് ജനറലിസ്റ്റിന്റെ എക്സാം എല്ലാ 2 വർഷവും കൂടുമ്പോൾ വരും. പക്ഷേ ഈ സ്പെഷ്യലിസ്റ്റ് എക്സാം അല്ലേ നമ്മുടെ ആൾക്കാർക്ക് കുറച്ചുകൂടെ വേണ്ടത്. അതെ അതെ. അപ്പൊ അതില് വേക്കൻസീസ് കുറവാണ്. മേ ബി ഒരു 3 years ഒക്കെ കഴിയുമ്പോൾ വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. ഇപ്പൊ നാളെ മറ്റന്നാളത്തേക്ക് ഞാൻ കേറിയിട്ട് ഒരു വർഷം തികയുവാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കുറച്ച് ഡോക്ടേഴ്സ് ഇപ്പം മറ്റേ UPSC ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പൊ അവര് പോയി കഴിഞ്ഞാൽ ആ ഒരു വേക്കൻസീസ് ഒക്കെ ഫില്ല് ചെയ്യാൻ ചിലപ്പം ഇനിയും വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതേപോലെ ഇത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. കുറെ ജൂനിയേഴ്സ് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഷെയർ ചെയ്യാം. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ അറിയിക്കാം. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. അപ്പോ നമുക്ക് അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നിങ്ങളാരും പ്രത്യേകിച്ച് ഡൗട്ട്സ് ഒന്നും ചോദിക്കുന്നില്ല. അപ്പോൾ വളരെ നന്ദി. ഷിജിൽ ഡോക്ടർ ഇനി 1 വർഷം കൂടെ ഉണ്ടോ അതോ 1.5 വർഷം ഉണ്ടോ PG? 1 വർഷം 3 മാസം കൂടി ഉണ്ട്. 1 വർഷം 3 മാസം. 2 മാസം എക്സ്റ്റൻഷൻ വന്നിട്ടുണ്ട്. 2 മാസം ലൈഫ് എക്സ്റ്റൻഷൻ. അപ്പൊ അതിനു മുമ്പ് എന്തായാലും അഡ്വൈസ് വരും. ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് ലീവ് എടുക്കേണ്ടി വരും. സാരമില്ല. ഒരു മാസത്തിനകത്ത് എന്തായാലും നിങ്ങൾക്ക് അഡ്വൈസ്, ആദ്യത്തെ റാങ്കുകാർക്ക് എന്തായാലും അഡ്വൈസ് വരും. അഡ്വൈസ് വരുമ്പോൾ ഒന്നിച്ചായിരിക്കും. ആദ്യത്തെ
10-20 പേരെ ഒന്നിച്ചെടുക്കുമെന്നാണ് തോന്നുന്നത്. ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കും. അപ്പോൾ എന്തായാലും ഡോക്ടർക്ക് സ്വന്തം സ്ഥലത്ത് തന്നെ കിട്ടുകയും ചെയ്യും. വലിയ ബുദ്ധിമുട്ട് വരില്ല എന്ന് തോന്നുന്നു. അതുപോലെ സനുശ്രീ ഡോക്ടർ PG കഴിഞ്ഞല്ലോ അല്ലേ? അതോ ഇനി നാമിൽ വർക്ക് ചെയ്യണം? ഓക്കെ ഓക്കെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ്. പ്രത്യേകം നന്ദി പറയുകയാണ്. ഞാൻ ഷിജിൽ ഡോക്ടറോട് ഇത് പറഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അന്ന് നാട്ടിലേക്ക് വരുന്ന ഒരു തിരക്കിലായിരുന്നു. നാട്ടിൽ വന്നിട്ട് തിരിച്ചെത്തിയാൽ ഉടൻ എടുക്കാമെന്ന് പറയുകയും, അപ്പോൾ എല്ലാവർക്കും വേണ്ടി നിങ്ങളോട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ സെഷൻ അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഇടയ്ക്ക് വീണ്ടും ഇവർക്കൊന്നുകൂടെ കേൾക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇടയ്ക്ക് വീണ്ടും വരണം. കാര്യം നമുക്കിതൊക്കെയാണ് ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന പുതിയൊരു ഒരു കൂട്ടം ഡോക്ടർമാർ അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുക, ഇടയ്ക്ക് അവരെ ഒന്ന് ഉപദേശങ്ങൾ കൊടുക്കുക, അതൊക്കെ ചെയ്യാൻ നിങ്ങൾക്ക് കഴിയും. അതിന് നിങ്ങൾ വീണ്ടും വരണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട്, സനുശ്രീ ഡോക്ടർ നമ്മളുടെ ടീമിലേക്ക്, ഫാക്കൽറ്റി ടീമിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഫാക്കൽറ്റി ആയിട്ടും ഉണ്ടാകും. ഷിജിൽ ഡോക്ടറെ തിരിച്ചു വന്നിട്ട് നാട്ടിലെത്തിയിട്ട് നമുക്ക് ഫാക്കൽറ്റി ആയിട്ട് ഞാൻ വിളിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരുടെയും പേരിൽ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ആൾ.